എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ന് ഇപ്പോൾ മഹാനവമിയുടെ ആ 9 ദിവസത്തെ ഉത്സവത്തിൻ്റെ ആഘോഷത്തിലും ആഹ്ലാദത്തിലുമൊക്കെയാണ് അല്ലേ? ഇന്ന് 1201 ആണ്ട് കന്നിമാസം 14 തീയതി 30/9/2025 ചൊവ്വാഴ്ച. ചൊവ്വാഹോരയിലാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ചൊവ്വയ്ക്കാണ് ഇന്ന് പ്രാധാന്യം. നമ്മൾ ഇന്ന് കാളരാത്രി എന്ന് പറയുന്ന ദുർഗയുടെ അവതാരത്തെയാണ് ഇന്ന് നമ്മൾ ഭജിക്കേണ്ടത്. കാളരാത്രി നമോസ്തുതേ, ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസഫലം ആരംഭിക്കാം. ആദ്യമായി നമ്മൾ മേടരാശിയുടെ ഫലമാണ് പരിശോധിക്കുന്നത്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലൻ. ഇന്ന് മേടരാശിക്കാർക്ക് വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പുതിയതായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ യാത്രയിലൂടെ ധനം സമ്പാദിക്കുന്നവർക്കും യാത്ര വളരെ അനുകൂലമാണ്. അതേപോലെ ധനം സമ്പാദിക്കാനുള്ള മാർഗവും തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് തുടങ്ങുന്ന മീറ്റിങ്ങുകളെല്ലാം വളരെ അനുകൂലമായ ഫലം തരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ പങ്കാളിക്ക് ചില അസുഖങ്ങൾ വന്നിട്ട് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഇതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം ചില പരോക്ഷമായ ശത്രുക്കളുടെ വിരോധം മൂലം ചില തടസ്സങ്ങളൊക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ അടിയുറച്ച് നിൽക്കുക. എല്ലാ കാര്യങ്ങളും ശുഭകരമായി മുൻപോട്ട് പോകും. ഏത് വിഭാഗക്കാർക്കും ഇന്ന് വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉള്ളതാണ്. ശാരീരിക ക്ലേശവും എല്ലാ വിഭാഗക്കാർക്കും ഉള്ളതായിട്ട് കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ലാഭകരമായൊരു ദിവസമായാലും മനസമാധാനം ഉള്ള ദിവസമായാലും ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനുഭവിക്കുവാനായി സാധ്യതയുണ്ട്. സ്പോർട്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലിന് ക്ഷതമേക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഇടവക്കൂറുകാർക്ക് ഇന്ന് താരതമ്യേന ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ദീർഘയാത്ര കൊണ്ട് പ്രയോജനമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നോക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി ലഭിക്കാനും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. കേസിനോ വഴക്കിനോ അല്ലെങ്കിൽ തർക്കത്തിനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അത്തരത്തിൽ കേസും വഴക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ മുൻപോട്ട് പോകുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ഫലമാണ് ഇന്ന് ഉണ്ടാകുന്നത്. ബിസിനസ്സുകാർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക്, ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ നല്ല ഒരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ വൈദ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്
അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. അതേപോലെ കുട്ടികളുടെ ഉന്നത പഠനത്തിന് ഒരുങ്ങുന്നവർക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം വിദ്യാഭ്യാസ രംഗം എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. അതിലുള്ള നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും പരിശ്രമിക്കുമ്പോൾ അത് നടക്കുന്നതാണ്. ഇന്നത്തെ ദിവസം സാമ്പത്തികമായി ചില ചിലവുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ മനസ്സന്തോഷം വൈകുന്നേരത്തോടു കൂടി വന്നു ചേരുന്നതാണ്. ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ട് മനസ്സമാധാനം ലഭിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. അധ്യാപകർക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കും പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അംഗീകാരം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. മിലിറ്ററി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ലീവ് കിട്ടാനായിട്ട് വിഷമിക്കുന്ന വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ ലീവ് അനുവദിച്ച് കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വസ്തു വാങ്ങാനും കൊടുക്കാനും ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ശാരീരിക ക്ലേശം മൂലം ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ കേടായി ധനനഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ഇത് ബാധകമാണ്. എങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാന്തമായ ഒരു അന്തരീക്ഷം ഗൃഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോഹ നിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. ആരോപണങ്ങൾക്ക് വിധേയരാകാതെ ശ്രദ്ധിക്കുക. വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോവുകയും ചെയ്താൽ ഇന്നത്തെ ദിവസം ശുഭകരമായിരിക്കും. കായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ ദിവസമല്ല. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമാണ്. എന്നാൽ ലാഭം കുറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ചില കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടമാണ് പ്രധാനമായും കാണുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധനം മോഷ്ടിക്കപ്പെടാനോ അല്ലെങ്കിൽ അമിതമായി ചിലവാക്കാനോ പേഴ്സോ അല്ലെങ്കിൽ വാലറ്റുകളൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. തസ്കര ഭയം ഉള്ള ഒരു ദിവസമാണ്. കബളിപ്പിക്കപ്പെടാനും സാധ്യതയുള്ള ദിവസമാണ്. ഇപ്പോൾ ധാരാളം ടെലിഫോണുകളിലൊക്കെ ഇവിടെ നമ്മളെ പറ്റിക്കാനായിട്ട് ഓരോരോ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിലൊന്നും ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുക. കടമെടുക്കാൻ പറ്റിയ ദിവസമല്ല, വായ്പ കൊടുക്കാൻ പറ്റുന്ന ദിവസവുമല്ല. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. രാഷ്ട്രീയക്കാർക്ക് വളരെയധികം മാനസിക സംഘർഷമുണ്ടാകുന്നൊരു ദിവസമാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ വളരെ ക്രൂരമായി പെരുമാറാനോ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് രാഷ്ട്രീയക്കാർക്ക്. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ ഒരു ജോലി ഉപേക്ഷിക്കാനായിട്ട് നിൽക്കുന്നവർ, ഈ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വിദഗ്ധനായ ജ്യോത്സ്യൻ്റെ സഹായം തേടേണ്ടതാണ്. അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്നെടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനം പ്രതികൂലമായി അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. അസുഖങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ട വൈദ്യസഹായം തേടുക, റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഭക്തി നിർഭരമായൊരു അന്തരീക്ഷമാണ് ഇപ്പം ഉള്ളത്.
അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വരൻ കടാക്ഷിച്ചാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറിപ്പോകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ആശ്വാസകരമായ ചില സംഭവങ്ങൾ വരുമെങ്കിലും അതേപോലെ തന്നെ പ്രതികൂലമായ ചില സംഭവങ്ങളും വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതാണ്. കിട്ടാനുള്ള പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ഇന്ന് കിട്ടാനായിട്ട് സാധ്യതയില്ല, നീണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവർക്കും തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങളെ കൊണ്ട് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കുന്ന മക്കളെക്കുറിച്ച് കുറച്ച് ആകാംക്ഷയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് ചില ആശങ്കകളും ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. വിദേശത്ത് പോയിരിക്കുന്ന ആൾക്കാർ നിരാശയോടുകൂടി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുന്നതാണ് ആവശ്യം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാന്തമായ ഒരന്തരീക്ഷം ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില കഷ്ടനഷ്ടങ്ങളോ ഗ്രഹോപകരണങ്ങളുടെ നാശനഷ്ടങ്ങളോ വാഹനത്തിന് റിപ്പയറോ ഒക്കെ വന്ന് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന ചില കേസുകളോ വഴക്കുകളോ ഒക്കെ തലപൊക്കി നമുക്ക് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ വരവ് മൂലം ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില ക്ലേശങ്ങൾ മാറിക്കിട്ടുമെങ്കിലും ചില മറ്റ് പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് പരിഹരിക്കപ്പെടുന്ന ദിവസമായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, വീട് വാങ്ങൽ അല്ലെങ്കിൽ വസ്തു വാങ്ങൽ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്നതാണ്. അതിനായി പൈസ കൂട്ടി വെച്ചിട്ടുള്ളവർക്കത് നടക്കാനായിട്ട് എല്ലാ വഴികളും തെളിഞ്ഞു വരുന്നതാണ്. മാതാപിതാക്കൾക്ക് ചില അസുഖങ്ങളൊക്കെ വന്ന് മനക്ലേശത്തിനും സാധ്യതയുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകാരന്മാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ വളരെയധികം സംതൃപ്തി ലഭിക്കുന്ന ദിവസമാണ്. വാഹനങ്ങൾ കച്ചവടം നടത്താനും അതേപോലെ തന്നെ ഗ്രഹം കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു കച്ചവടം, ഇതിനൊക്കെ എങ്ങനെയൊക്കെ ധനം വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും വളരെ ചിട്ടയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും പണം കൈകാര്യം ചെയ്യേണ്ടത് ധനുക്കൂറുകാരുടെ പൊതുവായ ഒരു ആവശ്യകതയാണ്. കാരണം ധൂർത്തടിച്ചാൽ പിന്നീട് പണത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുമെന്നും എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. കിട്ടുന്ന ധനം സൂക്ഷിക്കാനായിട്ട് പഠിക്കുക. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷമുണ്ടാകുന്നൊരു ദിവസമാണ്. സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുന്നത് കണ്ടും ആശ്വസിക്കാവുന്ന ഒരു ദിവസമാണ്. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് അല്പസ്വല്പമായ ആശ്വാസമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഉറ്റ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ ഒരു മാരക രോഗം വന്നു എന്നറിഞ്ഞ് മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ വീഴ്ച, ഒടിവ്, ചതവ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ദോഷാധിക്യമാണ് ഇന്നുള്ളത്. വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക. പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ തലവേദനയോ ശരീരവേദനയോ ഒക്കെ അനുഭവപ്പെടാം. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് അധികരിക്കുന്നതായി കാണാം. മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. അതേപോലെ വൈദ്യസഹായം തേടുക. ഇന്ന് ചിലവുള്ള ദിവസമാണ്. ഇന്ന് അനാപത്ത് ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തനിക്കോ തൻ്റെ മറ്റുള്ളവർക്കോ വേണ്ടി ധനം ചിലവാക്കാനുള്ള ഒരു ദിവസമാണ്. ഔഷധ ചികിത്സയ്ക്കാണ് ആ ധനം ചിലവാകുന്നത്.
അതേപോലെ ബിസിനസ്സുകാർക്ക് ഇന്ന് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. കഴിഞ്ഞതെല്ലാം ഓർത്ത് വെറുതെ ദുഃഖിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് മാനസിക സംഘർഷം ഉണ്ടാകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും ഷുഗർ കൂടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് ശാന്തമായി മുമ്പോട്ട് പോവുക. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെങ്കിലും വൈകുന്നേരത്തോടു കൂടി കുറച്ച് മനസ്സമാധാനം വന്ന് ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ദോഷാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായ ചില ഇടപാടുകളിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന പല വാഗ്ദാനങ്ങളും ലംഘിക്കപ്പെടുന്നതായിട്ട് കാണാം. നമ്മളും വാക്ക് പാലിക്കാതെ ശത്രുതയ്ക്ക് പാത്രീഭവിക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യത്തിലും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ അവരവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ജോലി ഭാരമായിട്ട് തോന്നും. സാധാരണ ജോലിയാണെങ്കിൽ പോലും ഇന്നത്തെ ജോലി ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയാൽ എല്ലാം അനായാസമായി ചെയ്യുവാനായിട്ട് സാധിക്കും. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ജോലി ചെയ്യുന്നവർക്ക് കനത്ത ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണം നടത്തുന്നവർക്കും തൊഴിലാളികളെ കൊണ്ട് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഔഷധം കൈകാര്യം ചെയ്യുന്നവർക്ക് കയ്യബദ്ധങ്ങൾ പറ്റി അപവാദങ്ങൾക്കും മനഹാനിക്കുമൊക്കെ സാധ്യതയുണ്ട്. കേസ് വഴക്കുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് നാളായി ആശിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കാര്യതടസ്സങ്ങൾ, ചില പേപ്പറുകൾ മൂവ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അമിതമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വൃഥാ സംഘർഷങ്ങൾ അനുഭവിക്കാതെ അതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സമാധാനിക്കുക. വൈകുന്നേരത്തോടുകൂടി ശാന്തത കൈവരുന്നതാണ്. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ അത്തരത്തിൽ ഏർപ്പെട്ട് മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കേണ്ടതാണ്. കാരണം ബ്ലഡ് പ്രഷർ കൂടാനോ അസിഡിറ്റി കൂടാനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഷുഗർ ഉള്ളവർക്ക് അത് കൂടാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു സമയമായിരിക്കും. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ മറുപടിയെല്ലാം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. അവർ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്രകാരം വളരെ ദോഷങ്ങളൊന്നുമില്ലാത്തൊരു ദിവസമാണ് ഇന്ന്. വളരെ സന്തോഷത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.